ചെയ്യാതെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കണ്ടാൽ മതി കേട്ടോ. സംഭവം എന്താ വെച്ചാൽ ഇന്ന് നമ്മളൊരു പെർഫെക്റ്റ് ആയിട്ട് ഒരു മുളക് കറി ആണോ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ അതല്ല. എന്നാൽ ഇതിൻ്റെ ടേസ്റ്റിന് ഒരു കുറവുമില്ല മക്കളെ. അത് മാത്രമല്ല ഇതൊരു കുടംപുളി ഇട്ട മീൻകറിയല്ല. ഇത് നമ്മുടെ വാളംപുളി എന്നൊക്കെയാണ് നമ്മൾ ട്രിവാൻഡ്രം സ്റ്റൈലിൽ പറയുക. സംഭവം ഒരു ചട്ടി വെച്ചു. ചട്ടിയിലോട്ട് ഇഞ്ചിയും നമ്മൾ എന്താണ് വെളിച്ചെണ്ണയാണ് കേട്ടോ വെത്തിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചിട്ട് എടുക്കാമേ. ഇതിൻ്റെ ഒരു ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന ചെറിയ ഉള്ളിയാണ് കേട്ടോ. ചെറിയ ഉള്ളി നാട്ടിൽ വന്നാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ ചെറിയ ഉള്ളിയും വെളിച്ചെണ്ണ ഇല്ലാതെ എനിക്ക് വേറെ ഒരു കളിയില്ല. ഈ ചെറിയ ഉള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് എന്താണ് വറുത്തെടുക്കുന്ന രീതി, അതായത് നല്ലപോലെ ഒന്ന് ചെറിയൊരു ലൈറ്റായിട്ട് ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മാത്രം സ്വന്തം കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എൻ്റെ കറികളിൽ മൊത്തം കറിവേപ്പില മയമായിരിക്കും മക്കളെ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ എൻ്റെ കുറേ കാര്യങ്ങൾ അപ്പുറം ഇപ്പുറമൊക്കെ ചെയ്യുന്നുണ്ട്. ഈ കറി നമ്മുടെ കാരമീൻ്റെ കറിയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഫ്രൈയുടെ കാര്യങ്ങളൊക്കെ നടപ്പുണ്ട്. ഉപ്പും ഇട്ട് നമുക്ക് നല്ലപോലെ ഇവനെ ഒന്ന് മൂപ്പിച്ചിട്ടെടുക്കാമേ. ഇത് തന്നെ ധാരാളം കേട്ടോ. ഇത്രയും മതിയാവും. നല്ലപോലെ മൂത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇടേണ്ടത് നമ്മുടെ എന്താണ് മഞ്ഞപ്പൊടി, മുളക് പൊടി, പിന്നെ ഒരല്പം മല്ലിപ്പൊടിയാണ് കേട്ടോ. മല്ലിപ്പൊടി ഇങ്ങനെയുള്ള കറികൾക്ക് ഞാൻ മല്ലിപ്പൊടി സത്യം പറഞ്ഞാൽ കുറവാണ് ഇടുന്നത്. ഒരുപാട് മസാല നമ്മൾ വാരിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മീനിൻ്റെ നമ്മുടെ ശരിയായുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടാതെ പോകും കേട്ടോ. പിന്നെ ഇതിലോട്ട് നമുക്ക് ഒരല്പം ഉലുവയുടെ പൊടിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ടേ. അത് കഴിഞ്ഞ് ഈ പൊടിയുടെയൊക്കെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ തക്കാളിയും കൂടെ ഇട്ട് നമുക്കൊന്ന് വഴറ്റി ഒരു 5 മിനിറ്റ് നേരം ഇതിനെ ഒന്ന് അടച്ചു വെച്ചേക്കാം. നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വരണേ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അടച്ചു വെക്കുന്ന പരിപാടി. ഇത് നമ്മൾ ഈ വേളാപ്പാര നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓരോ സ്ഥലത്ത് ഓരോ പേരാണ് ഈ വേളാപ്പാരയ്ക്ക് നമുക്ക് കിട്ടുന്നുള്ളത്. സംഭവം വേളാപ്പാര ഇനി നമ്മുടെ നാട്ടിലൊക്കെ നല്ല വിലയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നപ്പോഴത്തേക്കും പുളി, അതായത് നമ്മുടെ വാളംപുളിയാണ് കേട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. വാളംപുളിയുടെ കുറച്ച് വെള്ളം കൂടെ വീഴ്ത്തി ഞാൻ ഒന്ന് അടച്ച് വെച്ചിട്ട് നല്ലപോലെ വീണ്ടും എണ്ണ തെളിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള വാളംപുളിയിലെ വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് ഇതിനെ നല്ലപോലെ തിളപ്പിക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി മക്കളെ. ഇതിൻ്റെ അതായത് മീൻ ക്ലീൻ ചെയ്യുന്നതും ഇടുന്നതൊക്കെ ഒരു വീഡിയോ എനിക്കുണ്ട്. ഞാൻ വിചാരിച്ചു വീഡിയോ ഓൺ ആണെന്ന് വിചാരിച്ചിട്ടാണ് എടുത്തുകൊണ്ടിരുന്നത്. സംഭവം വീഡിയോ ഓൺ ആയിരുന്നില്ല. ഞാൻ ഫോൺ മാത്രമേ ഓൺ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അതെനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് നല്ലപോലെ തിളച്ചപ്പോൾ നമ്മൾ മീനൊക്കെ വാരിയിട്ട് ഞാൻ ഇങ്ങനെ കേട്ടോ വെള്ളം പോലെയാണ് എടുക്കുന്നത്. മരിച്ചിനിക്കാണ് കേട്ടോ ഇതിന് സൂപ്പർ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമ്മുടെ ഫ്രൈ ആണേ.